ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. SSC CGL 2026 നോട്ടിഫിക്കേഷൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങി കാണുമല്ലോ. പഠിച്ചു തുടങ്ങുമല്ല, ഓൾറെഡി എല്ലാവരും പ്രിപ്പറേഷൻസിലാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഇത് മെയ് ലാസ്റ്റ് ആയി അല്ലേ? ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് അവസാനം എക്സ്പെക്ട് ചെയ്താൽ പോലും നമുക്കൊരു 3 months നമുക്ക് കിട്ടും. 3 months കഷ്ടിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് 3 months കൂട്ടാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള ഒരു 3 മാസം നിങ്ങൾ എങ്ങനെ പഠിക്കണം, അതിൻ്റെ ഒരു ചെറിയൊരു ഗൈഡ് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ, അതായത് നടക്കുന്ന ഒരു 10% പേർക്ക് നടക്കും. നമ്മൾ പറയുന്ന പോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവത്തില്ല എന്ന് പറയില്ലേ, അതുപോലെ 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കും ഉത്തരം ഇല്ല. ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കേസുകൾ ഉണ്ട്, നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിവിടെ പറയാൻ പോകുന്നത് ഒരു 3 മാസം നിങ്ങൾ എങ്ങനെ, അതായത് പ്രിപ്പറേഷൻസിലുള്ളവരും ഉണ്ട്, ബിഗിനർ ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പം വീഡിയോയിൽ പറയുന്ന വേറൊന്നുമല്ല, അതായത് ഇനി ഒരു 3 മാസം ഉണ്ട് നമുക്കല്ലേ. അപ്പം ജൂൺ മന്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സിലബസ് എല്ലാവർക്കും അറിയാം അല്ലേ? സിലബസും കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് GK, ഇംഗ്ലീഷ്, കൗണ്ട്, റീസണിങ് 4 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. സോ നിങ്ങൾ ഈ ഫസ്റ്റ് മന്ത് ബിഗിനർ ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ആര് തന്നെ ആണെങ്കിലും ഈ ഒരു ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് നിങ്ങൾ സിലബസ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതായത് സ്ട്രോങ് ഫൗണ്ടേഷൻ, കൗണ്ട് ആൻഡ് റീസണിങ് ബേസിക്സ് മനസ്സിലാക്കണം, ബേസിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, അതായത് ഫസ്റ്റ് മന്ത് നിങ്ങൾ 1 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റീസണിങ്ങും ദെൻ മാത്സും. ഓക്കെ, ഈ 2 സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറൊരു കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവരുത്. ഇതേന്ന് പറഞ്ഞൊരു 3 മാസം ഇരിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഓക്കെ, ഈ ഒരു ടൈം അവർക്ക് റിവിഷന് വേണ്ടി ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല, സിലബസ് അത്ര ഇതല്ല എന്നുണ്ടെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫസ്റ്റ് മന്ത് എടുക്കുക. സിലബസ് കവർ ചെയ്യുക, ഒരു 3 ടോപ്പിക്സ് വെച്ചിട്ട്. അതായത് ഇപ്പോൾ മാത്സിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ആദ്യത്തെ പാഠം വരുന്നത് നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ. അതൊക്കെ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. ഒരു ദിവസം ഇരുന്ന് അതങ്ങ് തീരും. ഓക്കെ, ഒരു ദിവസം വേണമെന്നില്ല, സിലബസ് മൊത്തം ആ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ ഒരു ഡേ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ കോണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിൽ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, പെട്ടെന്ന് തൊട്ട് നമുക്ക് പോകുന്ന ടോപ്പിക്സുകളാണ്. അപ്പോൾ അത് തന്നെ നമുക്കൊരു 3-4 ടോപ്പിക്ക് ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സോ സിലബസ് മനസ്സിലാക്കണം. സിലബസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഗൈഡോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ദെൻ അക്കൗണ്ടിന്റെ റീസണിങ്ങിന്റെയും കാര്യമാണ് ഈ പറഞ്ഞത്. ഇംഗ്ലീഷിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ഗ്രാമർ ഉണ്ട്, റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്, വൊക്കാബ് ഉണ്ട്. ഓക്കെ, അതിൽ ഗ്രാമറിന്റെ റൂൾസും വൊക്കാബും നല്ല രീതിയിൽ ഇംഗ്ലീഷ് എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് മന്ത് തന്നെ സ്ട്രോങ് ആക്കണം. ഇംഗ്ലീഷ് ഇപ്പൊ ഈ 4 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രമാണ് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആ മന്ത് ഇരുന്ന് ആ വിഷയം എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യവും കൗണ്ട് റീസണിങ്ങും അങ്ങനെയാണ്. ദെൻ ഈ ഇംഗ്ലീഷിന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ ഗ്രാമർ പഠിക്കാനാണെങ്കിലും വൊക്കാബ് പഠിക്കാനാണെങ്കിലും ബുക്കുകൾ വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന ഒരു ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു, ബട്ട് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ വേറെയും സോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ടീച്ചറിന്റെ ഒരു ബുക്കുണ്ട്, നീതു സിംഗിന്റെ ഒരു ബുക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഗ്രാമറും വൊക്കാബും എല്ലാം തന്നെ വരുന്നുണ്ട്. സോ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ബുക്ക് വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം, അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് പഠിക്കാം. ഓക്കെ, പിന്നെ വീഡിയോ കണ്ട് സമയം കളയണ്ട, അല്ലെങ്കിൽ ബുക്ക് വായിച്ച് പെട്ടെന്ന് ഇതിനൊരു സമയം നമുക്ക് ഇപ്പം ലെങ്തി വീഡിയോസ് ആയിരിക്കും അല്ലേ, അപ്പോൾ അവർ അതിനിടയ്ക്ക് ടൈമൊക്കെ കുറേ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ സമയം കളയണ്ട, എന്ത് ചെയ്താൽ മതി, ബുക്ക് മേടിച്ചിട്ട് നോക്കിയാൽ മതി. ദെൻ GKയുടെ കാര്യം പറയുവാണെങ്കിൽ, പേഴ്സണലി പറയുവാണെങ്കിൽ GK എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പം GK കുറേ പേർക്ക് എന്താ പറയുക, GK എത്ര പഠിച്ചാലും തലയിൽ നിൽക്കാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് പോവുക. ഓക്കെ, ഒന്നും അറിയാതെ പ്രീവിയസ് ഇയർ മാത്രം നോക്കി പോയാൽ ഭാഗ്യമാണ്.
ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ സിലബസ് ഒരു വട്ടമെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതിന് നിങ്ങൾക്ക് ലൂസൻ്റെ GKയോ ഉപയോഗിക്കാം. ഓക്കെ, ബുക്കുണ്ട്, ലൂസൻ്റെ GK ഇത് ഉപയോഗിക്കാം. പിന്നെ അല്ലാണ്ട് ഒരുപാട് സോഴ്സുകളുണ്ട്. നമുക്കറിയാം യൂട്യൂബിൽ പർമാർ എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതിനകത്ത് GK ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് GK ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് വരുന്നത്. ബട്ട് ഹിന്ദി ചാനലാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒരുപാട് സോഴ്സുകളുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഒരുപാട് സോഴ്സുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ GKക്കും അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് 1 മന്ത് കൊണ്ട് അതിൻ്റെ ബേസിക്സും ഒന്ന് തീർക്കാൻ നോക്കണം. ഈ 4 വിഷയം, കോണ്ട്, റീസണിങ്, ഇംഗ്ലീഷ്, GK, ഈ 4 വിഷയത്തിൻ്റെയും സിലബസ് നിങ്ങൾ 1 മന്ത് കൊണ്ട്, 1 അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി 1.5 മാസം കൊണ്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ പഠിക്കും, ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, ഞാൻ പെർസെൻറ്റേജ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ആ ഒരു വീക്കെൻഡിൽ വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ, ഇപ്പം ഞാൻ QAയിലാണെങ്കിൽ പെർസെൻറ്റേജ് പഠിച്ചു കാണും, റീസണിങ്ങിൽ ഞാൻ ചിലപ്പോൾ ക്യൂബ്സ് ആൻഡ് ഡൈസ് പഠിച്ചു കാണും. അപ്പോൾ ഈ രണ്ടിൻ്റെയും മോക്ക് ടെസ്റ്റ് ആ ഒരാഴ്ച വീക്കെൻഡിൽ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പേടിയാവുന്നവരുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ഫ്രം ദ ബിഗിനിങ് ചെയ്താൽ ശരിയാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. മനസ്സിലാക്കണം, മോക്ക് ടെസ്റ്റ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്കുകൾ ആദ്യത്തെ ഒരു മാസം പഠിക്കുന്ന ടോപ്പിക്കുകളുടെ സെക്ഷൻ മോക്കുകൾ ചെയ്ത് പോകുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇന്നിപ്പം പെർസെൻറ്റേജ് പഠിച്ചാൽ അതിൻ്റെ ടെസ്റ്റ് അന്ന് തന്നെ ടൈം ഉണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്യുന്നത് ബെറ്റർ ആണ്. പിന്നെ എല്ലാം കൂടി നടക്കില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് വീക്കെൻഡുകളിൽ, ഇപ്പം നമ്മൾ ഇത് പഠിക്കുന്നത് ഒരു 5 ദിവസം കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ 6 ദിവസം കൊണ്ടാണെങ്കിൽ ഒരു സൺഡേ കിട്ടുമ്പോൾ ആ സൺഡേയിൽ എന്ത് ചെയ്യാം, സെക്ഷൻ മോക്ക് ചെയ്യുക. സെക്ഷൻ മോക്ക് ചെയ്താൽ മാത്രം പോരാ, അനലൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എവിടെ തെറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്ത് ചെയ്യാൻ, അനലൈസ് ചെയ്യുകയും കൂടി വേണം. ഓക്കെ ആണോ? സോ ഫസ്റ്റ് മന്ത് ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് സ്ട്രോങ് ബേസ് ഉണ്ടാക്കണം. അതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് മാത്സും റീസണിങ്ങും ആണ്. ഈ മാത്സ് റീസണിങ്ങും ഈസി ആയിട്ടുള്ളവർ അതങ്ങ് മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിനും GKക്കും കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ തിരിച്ചാണ്, മാത്സ് റീസണിങ്ങും പാടായിട്ടുള്ളവർ എന്ത് ചെയ്യാം, GK ഇംഗ്ലീഷും പെട്ടെന്ന് സിലബസ് 1 മാസം കൊണ്ട് കവർ ചെയ്തിട്ട് മാത്സും റീസണിങ്ങും പതുക്കെ കൊണ്ട് സെറ്റാക്കുക. ഓക്കെ, സോ ഫസ്റ്റ് മന്ത് അങ്ങനെ നമുക്ക് കഴിഞ്ഞ് കിട്ടും. ദെൻ രണ്ടാമത്തെ മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, അവിടെ നിന്നും, അതായത് ഫസ്റ്റ് മന്തിലുള്ള കാര്യങ്ങൾ സിലബസും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് സെക്കൻഡ് മന്തിൽ നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം പ്രാക്ടീസ് ആൻഡ് സ്പീഡ് സോൾവ് PYQs എടുത്ത് തുടങ്ങുക. PYQs SSC സംബന്ധിച്ച് മിക്ക ക്വസ്റ്റ്യൻസും PYQs ആണ്. SSC സംബന്ധിച്ച് ഒരുപാട് എല്ലാ ക്വസ്റ്റ്യൻസും PYQs ആണ്. സോ PYQs സോൾവ് ചെയ്ത് തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഫസ്റ്റ് മന്തിൽ ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് ഞാൻ പഠിച്ചു. സെക്കൻഡ് മന്തിൽ എന്ത് ചെയ്യുക, അതിൻ്റെ PYQ എടുക്കുക, ചാപ്റ്റർ വൈസ് PYQ എടുക്കുക, ചാപ്റ്റർ വൈസ് PYQ എടുത്തിട്ട് ചെയ്തു പോവുക. കോണ്ട് റീസണിങ്ങും അങ്ങനെ അങ്ങ് ചെയ്ത് പോവുക. ഡെയിലി വലിയ ടൈമൊന്നും ഇതിന് എടുക്കത്തില്ല. അപ്പം നമ്മൾ കോണ്ട് റീസണിങ് എടുക്കുവാണെങ്കിൽ ഇംഗ്ലീഷും GKക്കും നമുക്ക് PYQൻ്റെ ടൈം കിട്ടുമല്ലോ. മറ്റേതൊരു 15 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സെക്ഷണൽ മോക്കിനൊക്കെ ടൈം കിട്ടുന്നത് PYQ സോൾവ് ചെയ്യാൻ. പോട്ടെ, 1 മണിക്കൂർ പോയാലും പിന്നെ ഇല്ലേ, നമുക്ക് 24 മണിക്കൂറില്ലേ, 8 മണിക്കൂർ പോയാൽ പിന്നെ ഉണ്ട് നമുക്ക് 16 മണിക്കൂർ. ആ ടൈം മതി നമുക്ക്. ഓക്കെ, പിന്നെ ടൈം ബേസ്ഡ് പ്രാക്ടീസ് എസ്പെഷ്യലി ഫോർ കോണ്ട് ആൻഡ് റീസണിങ്. കൗണ്ടിനാണെങ്കിൽ റീസണിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സെക്ഷണൽ മൂക്കുകൾ ചെയ്യുക. ഇപ്പം നമ്മൾ ആദ്യത്തെ മാസം നമ്മൾ പഠിച്ച ടോപ്പിക്കുകളെല്ലാം എടുക്കുക, ആ ഓർഡറിൽ തന്നെ എടുക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെ എന്ത് ചെയ്യുക, PYQs സെക്ഷണൽ ടൈമർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ മാസം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ജോമെട്രി വലിയ പാടാണ്, എനിക്കതൊന്നും മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, സെക്കൻഡ് മന്തിൽ എടുത്തിട്ട് അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. ആരെങ്കിലും ഒരു സഹായം ചോദിക്കാം, ഇതൊന്ന് പറഞ്ഞു തരുമോ, അങ്ങനെ ആ ഒരു ചാപ്റ്റർ നമ്മൾ വിടരുത്. ഒട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, വിടാവൂ. ഇപ്പം മാത്സിനെ സംബന്ധിച്ചാണെങ്കിൽ അഡ്വാൻസ്ഡ് ജോമെട്രി, ട്രിഗണോമെട്രി, മെൻസുറേഷൻ, ഓൾജിബ്ര, ഇത് അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ടോപ്പിക്കുകൾ, അരിത്തമെറ്റിക് എല്ലാം സിമ്പിളാണ്. അഡ്വാൻസ്ഡ് ടോപ്പിക്കുകൾ കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ട് ചിലർക്ക് അതെല്ലാം ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഈ മന്ത് 2ൽ അവിടെ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്തിട്ട് സെക്കൻഡ് മന്തിൽ അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ GK, ചിലപ്പം ചില ആൾക്കാർക്ക് മുഗൾ എംപയർ പാടായിരിക്കും. ഈ GK ഒക്കെ പഠിക്കുമ്പോൾ കോഡ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അവസാനം പറയാം കേട്ടോ. പിന്നെ
നമ്മൾ ഫസ്റ്റ് മന്തിൽ നമ്മൾ പറഞ്ഞത് സെക്ഷണൽ മൂക്കിന്റെ കാര്യമാണ്. സെക്കൻഡ് മന്തിന്റെ ഒരു പകുതി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫുൾ മൂക്കുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഈ ഫുൾ മൂക്ക് ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ സിലബസ് എല്ലാം കവർ ചെയ്തിട്ട് ഫുൾ മൂക്ക് ചെയ്യാനായിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു നല്ലൊരു ലാഗ് വരും. പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഫുൾ മൂക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷും GK കിട്ടും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇപ്പം കഴിഞ്ഞ വർഷം ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ, GK ഇംഗ്ലീഷും ഒക്കെ. അത് നിങ്ങൾക്ക് പഠിച്ചൂടെ? ഓക്കെ, അപ്പൊ അതിനാണ് ഫുൾ മോക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ദെൻ റിവൈസ് ടോപ്പിക്, വീക്ക് ടോപ്പിക്കുകൾ പറഞ്ഞു. നമുക്ക് വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് സെക്കൻഡ് മന്തിൽ എടുത്ത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമല്ല, നല്ല സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്പർ സിസ്റ്റം, ചില ആൾക്കാർക്ക് നമ്പർ സിസ്റ്റം നല്ല സ്ട്രോങ് ആയിരിക്കും, അവർക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതങ്ങ് ലീവ് ചെയ്യുക. നമുക്ക് മറന്നു പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ കോണ്ട മാത്രമല്ല, റീസണിങ് ആണെങ്കിൽ കൂടിയും മറന്നു പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതെന്ത് ചെയ്യാം, നിങ്ങൾ ഏതിനകത്താണ്, നമ്മുടെ സെക്കൻഡ് മന്തിൽ എടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് മന്തും സെക്കൻഡ് മന്തും ഇങ്ങനെ അങ്ങ് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. മൂന്നാമത്തെ മാസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇന്റൻസീവ് റിവിഷൻ ആണ്. വെറും റിവിഷൻ അല്ല, ഇന്റൻസ് ആയിട്ട്, പ്രത്യേകിച്ച് കോണ്ട്, റീസണിങ്, ഇംഗ്ലീഷ് പ്രത്യേകം പറയാനില്ല, എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യുക, എല്ലാ 4 സെഷനും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. മോക്ക് മാനിയാണ് അല്ലേ, അതായത് എത്രത്തോളം നിങ്ങൾക്ക് മോക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോവുക. കൂടെ തന്നെ ഫുൾ ലെങ്ത് മോക്കുകളും അറ്റൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു GK പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ട് എല്ലാം പഠിക്കുവാണ്. GK പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ആദ്യത്തെ മാസം നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെറിയ നോട്ടൊക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദെൻ ആദ്യത്തെ മാസം നമ്മൾ പറഞ്ഞു GKയുടെ കേസിൽ GK കറണ്ട് അഫയേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് നോക്കണം. 2025-26 എന്ന് പറഞ്ഞാലും 24 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ബട്ട് അത് ലീവ് ചെയ്യുക, തൽക്കാലം അത് ലീവ് ചെയ്യുക. നിങ്ങളിപ്പോൾ 2026 വരുന്ന എക്സാമിന് കൂടുതലും ചോദിക്കുക 25 ആയിരിക്കും. സോ 25ന്റെ കറണ്ട് അഫയേഴ്സ് ഈ വെറുതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ലെഷർ ടൈം കിട്ടുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് PDF വല്ലതും എടുത്തിട്ട് ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, കമ്പാലേഷൻ കിട്ടുമല്ലോ. മന്ത്ലി PDF ആണെങ്കിൽ, അല്ലെങ്കിൽ 2025ന്റെ ഫുൾ ആണെങ്കിലും കമ്പാലേഷൻ കിട്ടുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ തേർഡ് മന്തിൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുല, വൊക്കാബ്, GK നോട്ട് ഇതെന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കാൽക്കുലേഷൻ ആക്യുറസി സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാൽക്കുലേഷൻ സ്പീഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേബിള്, സ്ക്വയർ, ക്യൂബ് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ 18ന്റെ ടേബിള്, അങ്ങനെ 19ന്റെ ടേബിൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തോർത്ത് പോവുക. പിന്നെ ലാസ്റ്റ് മന്ത് ആണ് അല്ലെ, നമ്മൾ പറഞ്ഞു ഓഗസ്റ്റിലാണ് നമുക്ക് പരീക്ഷയെങ്കിൽ ഓഗസ്റ്റ് ഫുൾ എടുത്തിട്ടാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ലാസ്റ്റ് മന്തിൽ പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. ഉള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, പോളിഷ് ചെയ്ത് വരിക. എല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് ചോദ്യം വരണമെന്നില്ലല്ലോ. ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ചോദ്യം കാണാത്തോളായിരിക്കും. അപ്പൊ അത് പഠിച്ചില്ലെങ്കിൽ ഒരു ചോദ്യം പോകും, ബാക്കിയെല്ലാം നമുക്ക് കിട്ടില്ലേ. സോ പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട ലാസ്റ്റ് മന്ത്. ഫസ്റ്റ് മന്ത് നമ്മളെല്ലാം പഠിച്ചു, ബട്ട് പുതിയതായിട്ട് ഇപ്പം നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുമ്പോൾ അത് നോക്കിയായിരുന്നു ഇത് നോക്കിയായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലാസ്റ്റ് മന്തിൽ പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ട് നിൽക്കണ്ട, റിവിഷൻ മാത്രം ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡ് നോക്കുക. പിന്നെ ഒരു ഡെയിലി നമുക്ക് റൊട്ടീൻ എന്ന് പറയുന്നത് പറഞ്ഞു 6-8 മണിക്കൂറൊന്നും, ഈ പറഞ്ഞ കണക്ക് 6-8 മണിക്കൂർ സാമ്പിളാണ്, അത്രയും സമയമൊന്നും പഠിക്കാൻ ശ്രമിക്കുക. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈം അതെന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. നമ്മൾ ഈ 25 മിനിറ്റിൻ്റെ ഒരു കാര്യം പറയും, അത് നിങ്ങളൊരു പഠിക്കാൻ ഇരിക്കുമ്പോൾ ഒരു 25 മിനിറ്റ് ഇരിക്കുക, പിന്നെ 5 മിനിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് എടുക്കുക, വീണ്ടും എന്ത് ചെയ്യുക, 25 മിനിറ്റ് കണ്ടിന്യൂസ് ഇരിക്കുക. നമ്മുടെ ബ്രെയിനിൽ ഒരു 25 മിനിറ്റ് കണ്ടിന്യൂസ് പഠിക്കുന്ന കാര്യങ്ങളാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ ലാഗ് അടിക്കും, നമുക്ക് തന്നെ അറിയാതെ നമ്മൾ ലാഗ് ആവും. ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇരിക്കുക, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, എടുക്കുക. ഈ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പം ഫോണിലാണ് റെസ്റ്റ് എടുക്കുന്നതെങ്കിൽ ആ വഴിക്ക് വേറെ അങ്ങ് പോകരുത്. ഓക്കെ, അപ്പോൾ ഡെയിലി റൂട്ടീൻ പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കോണ്ടിന് നിങ്ങൾ മാറ്റി വെക്കണം. കോണ്ട് കോണ്ട് വീക്കായിട്ടുള്ള ഒരു കുറച്ച് ടൈമും കൂടെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു ടൈം പറഞ്ഞിരിക്കുന്നത് ഒരു ആവറേജ് എല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുക. ഇപ്പോൾ കോണ്ട് നിങ്ങൾ വീക്കാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ അത് കുറച്ച് ടൈം നിങ്ങൾ ചെയ്താൽ മതി. സോ 2 മണിക്കൂർ കോണ്ടും, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഒരു 15 മിനിറ്റ് ഡെയിലി കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടി മാറ്റി വെക്കണം. കേട്ടല്ലോ, കാരണം നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ആണ്. സെക്ഷണൽ ടൈമിങ്ങിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും നിങ്ങൾ ആ സ്പീഡിന് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മുഖ്യം. സോ കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടിയിട്ട് സെക്ഷണൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ മോക്ക് അടിക്കുക.
ഓക്കെ, കാൽക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ കുറേ ആപ്പുകളും കാര്യങ്ങളുണ്ട്. മോക്ക് ഇഷ്ടം പോലെ ചെയ്യാം. 1.5 മണിക്കൂർ റീസണിങ്ങിനും 1.5 മണിക്കൂർ ഇംഗ്ലീഷ് വൊക്കാബും ഗ്രാമറും ഉണ്ട് കേട്ടല്ലോ. പിന്നെ 1 മണിക്കൂർ ജി കെയും കറണ്ട് അഫയേഴ്സിനും കൂടെ ചേർത്താണ്. പിന്നെ ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ജി കെക്ക് നിങ്ങൾ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും. ജി കെ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് കുറേ നേരം ജി കെ ഇൻവെസ്റ്റ് ചെയ്യലും, കാരണം ജി കെ വാസ്റ്റ് ആണ്. പക്ഷേ കോണ്ടും റീസണിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. ഗ്രാമർ, വൊക്കാബ് അല്ല ഗ്രാമർ. സോ ഇത് നമ്മുടെ കയ്യിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അത് സിലബസ് കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ഇത് വർത്താണ്. ബട്ട് ജി കെ ഫുള്ള് കംപ്ലീറ്റ് ആകാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് തീരില്ല, പേഴ്സണലി തീരത്തില്ല കേട്ടോ. പിന്നെ ഒരു മണിക്കൂർ മോക്ക് ടെസ്റ്റും അതിന്റെ അനാലിസിസും ചെയ്യുക. സ്പീഡും ആക്യുറസി നല്ല രീതിയിൽ കൂടുക. ബിക്കോസ് നമുക്കിപ്പോൾ തൊട്ട് എന്താണ്, സെക്ഷണൽ ടൈമിംഗ് ആണ്, അത് ഓർമ്മ വേണം. സോ കോണ്ടും റീസണിങ്ങും 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻ ചെയ്യണം. അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ, എക്സാം വന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ. സോ 15 മിനിറ്റ് ഉള്ളൂ മാത്സിനും റീസണിങ്ങിലും. അതനുസരിച്ച് കാൽക്കുലേഷൻ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ കുറച്ച് ടിപ്പും കാര്യങ്ങളാണ്. അതായത് PYQs ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞാണ്. PYQs എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. PYQs റിപ്പീറ്റ് ആണ്. ജി കെ പഠിച്ചിട്ടില്ല, ജി കെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ജി കെ എനിക്ക് മറന്നു പോകും എന്നുള്ള ഒരു PYQs എടുത്ത് നോക്കുക. ഐ തിങ്ക് പർമാറിന്റെ ഒക്കെ ഒരു ഫാറ്റ്മാൻ ലിറ്റിൽ ബോയ്, അങ്ങനെ 2 ബുക്കുകളൊക്കെ ഉണ്ട്. അതിൽ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഫുൾ PYQs ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. ഓക്കെ, ഫുൾ എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്യാം. PYQs മാത്രമുള്ള ബുക്കാണ് അത്. അപ്പൊ അത് വേണമെങ്കിൽ റെഫർ ചെയ്തിട്ട് ജി കെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജി കെക്കാണ് ജി കെ എന്ത് ചെയ്യാം, പഠിക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ സിലബസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. ദെൻ സ്റ്റേ അവേ ഫ്രം ടു മെനി സോഴ്സസ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു ചാനൽ കാണുവാണ്, ഹിന്ദി ചാനലും മലയാളം ചാനലാണെങ്കിലും ഏതാണെങ്കിലും മാത്സിന് ഒരു സാർ എടുക്കുവാണെങ്കിൽ ആ സാറിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുപാട് സോഴ്സ്, ബുക്ക് എടുക്കും, യൂട്യൂബ് എടുക്കും, പിന്നെ വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവും. എല്ലാം ഒന്നും നിൽക്കലും, ഏതെങ്കിലും ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്ത് അവിടെ കളയരുത്. എവിടെയാണ് തെറ്റിയത്, ഏത് ക്വസ്റ്റ്യൻ ആണ് തെറ്റിയത്, അറിയാത്ത ക്വസ്റ്റ്യൻ ഏതാണ്, അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഇംഗ്ലീഷും GAയും മിസ്സാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് മിസ്സാക്കരുത്, കാരണം ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റുകളിൽ നമുക്ക് ആ 25 ക്വസ്റ്റ്യനും ഷുവറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ആ 25 ക്വസ്റ്റ്യന് നമുക്ക് 15 മിനിറ്റ് ചെയ്യാൻ പറ്റും. ജി കെ 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 15 മിനിറ്റ് വേണോ? വേണ്ട. അപ്പൊ ആ 25 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാമെങ്കിൽ ആ 25 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടില്ലേ. അതുകൊണ്ടാണ് ജി കെയും ഇംഗ്ലീഷും മിസ്സാക്കല്ലോ എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ആണ്, മാത്സ് റീസണിങ് സെക്ഷണൽ ടൈമിംഗ് ആണ്. നമുക്ക് ഉറപ്പില്ല 25 ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ തന്നെ പറ്റുമോ, നമുക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പം മിസ്സാക്കരുത് ഇംഗ്ലീഷും ജി കെയും. ജി കെക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യല്ലോ എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. ആവറേജ് ഒരു ടൈം ഉണ്ട്, അത് കീപ്പ് ചെയ്ത് പഠിച്ചു പോവുക. ദെൻ ഫോർമുലാസും വൊക്കാബിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ നോട്ട് പഠിക്കുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട്. കാരണം അവസാനം തലേന്ന് നമുക്ക് ആ ഒരു ഫോർമുല ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫോർമുലയ്ക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മാത്രം മതി, ഒന്ന് ബൂസ്റ്റപ്പ് ആകും. ഇതൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് ഓർമ്മ വരും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് 1 ടീച്ചർ 1 സബ്ജക്ട് 1 എക്സാം. അതായത് ഒരു ടീച്ചറിന്, അതായത് ഒരു സബ്ജക്റ്റിന് നിങ്ങൾ ഒരാളെ എന്ത് ചെയ്യാവൂ, ഫോക്കസ് ചെയ്യാവൂ. ഇപ്പോൾ പിനാക്കിള് അല്ലെങ്കിൽ ലൂസന്റ് എല്ലാം ഒന്നും എന്ത് ചെയ്യാൻ നോക്ക്, ബ്ലാക്ക് ബുക്ക്, ഒരു കാര്യത്തിന് ഒരുപാട് കാര്യം എന്ത് ചെയ്യാൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഒറ്റ ഒരു മാത്സ് പഠിക്കാനാണെങ്കിൽ ഇന്ന ആളെ മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. നിങ്ങൾക്കത് ഡിപ്പെൻസ്, നിങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അയാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അത് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതാണോ അത് മാത്രം എന്ത് ചെയ്യുക, നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരാളെ മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഒരാളുടെ ക്ലാസ് കണ്ടു, അയാളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അടുത്ത ആൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ അയാളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള വിഷയങ്ങൾക്കും അത് തന്നെ എടുക്കുക. ഓക്കെ, സക്സസ് ഇസ് നോട്ട് ഫൈനൽ അല്ലേ. സക്സസ് എന്ന് പറയുന്നത് എന്തല്ല, ഫൈനൽ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല. ഫെയിലർ എന്തല്ല, ഫെയിറ്റലും അല്ല. ഓക്കെ, അതെല്ലാം എന്താണ്, ഒരു ധൈര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ AZB അക്കാഡമിയുടെ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കിവിടെ ഈ മന്ത് 1 ഞാൻ പറഞ്ഞ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ എല്ലാ സിലബസും ടോപ്പിക് അനുസരിച്ച് GK, ഇംഗ്ലീഷ്,
കൗണ്ടർ റീസണിങ് എല്ലാം തന്നെ എന്താണ് ടോപ്പിക് അനുസരിച്ച് തന്നെ എല്ലാ രീതിയിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ക്ലാസ്സസിൻ്റെ പ്രത്യേകത ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, റെക്കോർഡഡ് ലൈവും ഉണ്ട്, മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ്, കറണ്ട് അഫയർ സെഷൻസും ഉണ്ട്, മെൻറ്റർഷിപ്പും റിവിഷനും എല്ലാം ഉണ്ട്. സോ ഈ ഫസ്റ്റ് മന്ത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് സിലബസ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. റെക്കോർഡഡ് ആണല്ലോ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് 1 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, പിന്നീട് പറയാനാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തെങ്കിലും മറന്നുപോയോ നോക്കട്ടെ. പിന്നീട് ഓക്കെ, അപ്പം ക്ലാസ്സിൻ്റെ കാര്യം അതാണ്. ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന മന്ത് 2 മന്ത് 3 പറഞ്ഞ മോക്ക് ടെസ്റ്റിലും കാര്യങ്ങളും ഒക്കെ തന്നെ ആപ്പിൽ അവൈലബിൾ ആണ്. കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഇനി അതല്ല വേറെ എന്തെങ്കിലും സൈറ്റും കാര്യങ്ങളുമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളാണ് ജോലി മേടിക്കേണ്ടത്. സോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി 3 മാസം മാത്രമേ, വെറും ഷോർട്ട് ടൈം ആണ്, 3 മാസം മാത്രമേ ഉള്ളൂ. ആ 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പാടാണ്, ബട്ട് വർക്ക് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഗൈഡ് ആണെന്ന് മാത്രം പറഞ്ഞത്. 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം എന്നല്ല. ഈ 3 മാസം നിങ്ങൾ എങ്ങനെ പഠിക്കണം, 3 മാസമല്ലേ ഉള്ളൂ, എങ്ങനെ പഠിക്കണം എന്നുള്ളവർക്കാണ്. സോ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലും ഇത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള വീഡിയോസ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, ഡ്രോപ്പ് ആവില്ല, ഈ വർഷം തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, കയറട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു.